ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജൂലൈ 21 ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് കൊച്ചു കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചാന്ദ്രദിനം പതിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് ചാന്ദ്രദിന പതിപ്പിൻ്റെ ഫസ്റ്റ് പേജാണ്. സെൻറ്ററിൽ ഹെഡിങ് എഴുതി കൊടുക്കുക. അതിനുശേഷം ന്യായവും ക്ലാസ്സും സ്കൂളും എഴുതി കൊടുക്കണം. അടുത്തതായിട്ട് ഉള്ളടക്കം. ആമുഖം: നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ്, അപ്പോളോ 11. ചാന്ദ്രദിനം കുറിപ്പ്: ചന്ദ്രൻ കൂടുതൽ അറിയാം. കവിത. ചാന്ദ്രദിന ക്വിസ്: കടങ്കഥകൾ, ഇവർ ചന്ദ്രയാത്രികർ, ചാന്ദ്രദിന പോസ്റ്റർ. ഇത്രയും വിവരങ്ങളാണ് ഞാൻ ഉള്ളടക്കത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിലും കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ആമുഖം: മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിലെത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം, മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. ഇത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന നിമിഷം കൂടിയാണ്. നീൽ ആംസ്ട്രോങ് ഒരു മുൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും ടെസ്റ്റ് പൈലറ്റും സർവകലാശാല അധ്യാപകനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേന പൈലറ്റുമായിരുന്നു നീൽ ആംസ്ട്രോങ്. 1930 ഓഗസ്റ്റ് 5 അമേരിക്കയിലെ ഓഹിയോയ്ക്കടുത്തുള്ള വാപ്പാക്കൊനേറ്റ എന്ന സ്ഥലത്തായിരുന്നു ജനനം. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പ്രഥമ ബഹിരാകാശ യാത്ര 1966 ജെമിനി 8 എന്ന ബഹിരാകാശ വാഹനത്തിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തേതും അവസാനത്തേതുമായ ബഹിരാകാശ യാത്ര അപ്പോളോ 11 മിഷൻ കമാൻഡർ പദവിയിൽ ചന്ദ്രനിലേക്കുള്ള യാത്രയായിരുന്നു. 1969 ജൂലൈ 21 ഇദ്ദേഹവും ബസ് ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിലിറങ്ങി. 2.5 മണിക്കൂർ അവിടെ ചിലവഴിച്ചു. ബഹിരാകാശ സഞ്ചാരിയാകും മുൻപ് ആംസ്ട്രോങ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികനായിരുന്നു. കൊറിയൻ യുദ്ധത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പൈലറ്റ് എന്ന നിലയിലും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2012 ഓഗസ്റ്റ് 25 ഇദ്ദേഹം അന്തരിച്ചു. ബസ് ആൽഡ്രിൻ അമേരിക്കൻ പൈലറ്റും ബഹിരാകാശ അപ്പോളോ 11 ബഹിരാകാശ യാത്രികരിൽ ഒരാളുമായിരുന്നു ആൽഡ്രിൻ. 1969 ജൂലൈ 21 ചന്ദ്രനിൽ നടന്ന രണ്ടാമത്തെ വ്യക്തിയായിരുന്നു ഇദ്ദേഹം. 1930 ജനുവരി 20 ന്യൂജേഴ്സിയിലെ ഗ്ലെൻ റിഡ്ജിലാണ് ആൽഡ്രിൻ ജനിച്ചത്. ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ അദ്ദേഹത്തിന് 39 വയസ്സായിരുന്നു. 1972 ആൽഡ്രിൻ നാസ വിട്ടു. 2021 മൈക്കൽ കോളിൻസിൻ്റെ മരണശേഷം അപ്പോളോ 11 ക്രൂവിൻ്റെ അവസാന അംഗമായി ആൽഡ്രിൻ മാറി. മൈക്കൽ കോളിൻസ് 1930 ഒക്ടോബർ 31 ഇറ്റലിയിലെ റോമിലാണ് കോളിൻസ് ജനിച്ചത്. 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് മൈക്കൽ കോളിൻസ് അവരുടെ കൊളംബിയ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. കോളിൻസ്
1952 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിറ്ററി അക്കാദമിയിൽ നിന്നും ബിരുദം നേടി. അമേരിക്കൻ ഐക്യനാടുകളിലെ വ്യോമസേനയിൽ ചേർന്നു. കൂടാതെ എയ്റോസ്പേസ് റിസർച്ച് പൈലറ്റ് സ്കൂളിൽ നിന്നും ബിരുദം നേടി. 1970 അദ്ദേഹം നാസയിൽ നിന്നും വിരമിച്ചു. 2011 കോൺഗ്രസ് സ്വർണ്ണ മെഡൽ എന്നിവ ലഭിച്ചു. അപ്പോളോ 11 മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച ബഹിരാകാശ വാഹനമാണ് അപ്പോളോ 11. നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ്, ബസ് ആൽഡ്രിൻ എന്നിവരായിരുന്നു അപ്പോളോ 11 സഞ്ചാരികൾ. 1969 ജൂലൈ 16 ഫ്ലോറിഡയിലെ കേപ്പ് കെനഡിയിൽ നിന്ന് ഇന്ത്യൻ സമയം 7:02 അപ്പോളോ 11 ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു. അപ്പോളോ 11 വഹിച്ചുകൊണ്ടുപോയത് സാറ്റേൺ വി റോക്കറ്റായിരുന്നു. വിക്ഷേപണ സമയത്ത് അപ്പോളോ 11 ഭാരം 3100 ടണ്ണായിരുന്നു. കിഴക്കൻ ആഫ്രിക്കയുടെ മുകളിൽ 64 കിലോമീറ്റർ ദൂരം എത്തിയപ്പോൾ ആദ്യ റോക്കറ്റ് വേർപെട്ട് സമുദ്രത്തിൽ വീണു. അപ്പോളോയുടെ വേഗം മണിക്കൂറിൽ 27,000 കിലോമീറ്റർ ആയിരുന്നു. 1969 ജൂലൈ 21 ഇന്ത്യൻ സമയം 1:47 പേടകം ചന്ദ്രനിലിറങ്ങി. തുടർന്ന് 7 മണിക്കൂറിന് ശേഷം ചന്ദ്രനിലേക്ക് ചുവടുവെച്ച ആദ്യത്തെ വ്യക്തിയായി നീൽ ആംസ്ട്രോങ് മാറി. 19 മിനിറ്റിന് ശേഷം ആൽഡ്രിൻ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. 21 മണിക്കൂർ ചന്ദ്രനിൽ ചിലവഴിച്ച ശേഷം അവർ ചന്ദ്രനിൽ നിന്നും സാമ്പിളുമായി ഭൂമിയിലേക്ക് മടങ്ങി. ജൂലൈ 24 ഇന്ത്യൻ സമയം 10:20 അവർ പസഫിക് സമുദ്രത്തിൽ ഇറങ്ങി. ചാന്ദ്രദിനം കുറിപ്പ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രിനാണ്. മൈക്കൽ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവയ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായി. ചന്ദ്രൻ കൂടുതൽ അറിയാം. കുറിപ്പ്. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയുടെ വ്യാസത്തിൻ്റെ 4/1 അല്പം കൂടി വലുതാണ്. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പം കൊണ്ടും ഭാരം കൊണ്ടും 5ാം സ്ഥാനമാണ് ചന്ദ്രനുള്ളത്. ചന്ദ്രനിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡ് മതി. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല, സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ചന്ദ്രനിൽ അന്തരീക്ഷവും വാതകങ്ങളുമില്ല. കവിത. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മവനെപ്പോ വരും, അമ്മിണി താരക കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനെപ്പോ വരും. ഇന്നലെ രാത്രിയും കണ്ടില്ല, ഇന്നു വെളുപ്പിനും കണ്ടില്ല, ചന്ദനക്കിണ്ണവും വെണ്ണ നെയ്ച്ചോറുമായി വന്നു വിളിക്കൂലേ, അമ്മവൻ വന്നു വിളിക്കൂലേ. ചാന്ദ്രദിന ക്യൂസ്. ചാന്ദ്രദിനം എന്നാണ്? ജൂലൈ 21. ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയത് എന്ന്? 1969 ജൂലൈ 21. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് ആര്? നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ രണ്ടാമതായി കാലുകുത്തിയത് ആര്? എഡ്വിൻ ആൽഡ്രിൻ.
ഇതുവരെ എത്ര പേർ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ട്? 12. ആ യാത്രയിൽ അവരുടെ ഈഗിൾ എന്ന പേടകം നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? മൈക്കൽ കോളിൻസ്. നീൽ ആംസ്ട്രോങ്ങും സംഘവും ഏത് രാജ്യക്കാരായിരുന്നു? അമേരിക്ക. ചന്ദ്രനിൽ ആദ്യമായി ഉയർത്തിയ പതാക ഏത് രാജ്യത്തിൻ്റേതായിരുന്നു? അമേരിക്ക. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ്. ചന്ദ്രനിൽ ആകാശത്തിന് കറുപ്പ് നിറമാകാൻ കാരണമെന്ത്? അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട്. കടങ്കഥകൾ. ഇന്നാള് കണ്ട തേങ്ങാപ്പൂള് ഇന്നേക്കൊരു വെള്ളിത്തളികയായി. ചന്ദ്രൻ. 1000 പറ അവിലിൽ ഒരു പൂള് കൊട്ടത്തേങ്ങ. ചന്ദ്രനും നക്ഷത്രങ്ങളും. അട്ടത്തുള്ളൊരു കൊട്ടത്തേങ്ങ തൂക്കിപ്പിടിക്കാൻ ഞെട്ടില്ല. ചന്ദ്രൻ. 1000 തിരിയിട്ട് കത്തിച്ച വിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി. സൂര്യൻ. വെള്ളമില്ല ആഴക്കടലിൽ ആളില്ലാത്തോണി. ചന്ദ്രൻ. ആന കേറാമല ആടുകേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. നക്ഷത്രങ്ങൾ. 1000 കുറിയരി അതിലൊരു നെടിയരി. ചന്ദ്രനും നക്ഷത്രങ്ങളും. ആറ്റിലൂടെ ഒരു വെള്ളിക്കിണ്ണം ഒലിച്ചു പോകുന്നു. ചന്ദ്രൻ. ഇവർ ചന്ദ്രയാത്രികർ: നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, അലൻ ബീൻ, ചാൾസ് കോൺറാഡ്, അലൻ ഷെപ്പാർഡ്, എഡ്ഗർ മിച്ചൽ, ഡേവിഡ് സ്കോട്ട്, ജെയിംസ് ഇർവിൻ, ജോൺ യങ്, ചാൾസ് ഡ്യൂക്ക്, ഹാരിസൺ സ്മിത്ത്, യുജിൻ സെർനാൻ. ചാന്ദ്രദിന പോസ്റ്റർ. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.